നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പുതിയ SCERT നിന്നും അതുപോലെ തന്നെ പഴയ SCERT നിന്നുള്ള ചോദ്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉണ്ട്. മൊത്തം 150 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഭാഗത്ത് നിന്നുള്ളത്. കുറച്ച് ലെങ്തിയാണ് വീഡിയോ, എന്നാലും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് അങ്ങ് കവർ ചെയ്ത് പോകാൻ സാധിക്കും. ഓക്കെ, റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു പരീക്ഷയിൽ നമുക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഉർവശി ഭൂട്ടാലി എന്നാണ്. ഉർവശി ഭൂട്ടാലിയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന ഭാഗത്ത് കൊടുത്തിട്ടുള്ളൊരു ചോദ്യമാണ്. അതിൽ നിന്നും എടുത്തിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മുടെ പുതിയ SCERT സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പുതിയ SCERT ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പുതിയ SCERT 10ാം ക്ലാസ് ഭാഗം 2 SS1 സോഷ്യൽ സയൻസ് 1 ഭാഗം 2 2025 എഡിഷൻ അതിലെ ചാപ്റ്റർ 7 ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ആദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ പഴയ SCERT, അതായത് 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 1 ഭാഗം 2 2019 എഡിഷൻ ഉണ്ടല്ലോ, അതാണ് പഴയ SCERT. അപ്പം അതിലെ 7ാമത്തെ ചാപ്റ്ററിലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം ആദ്യം പുതിയ SCERT ചോദ്യങ്ങളുണ്ട്, അതിനുശേഷം പഴയ SCERT ചോദ്യങ്ങളുണ്ട്. അതിനുശേഷം എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാന ഭാഗത്ത് മുഴുവനായിട്ടും ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പുതിയ നക്ഷത്രം പൗരസ്ത്യ ദേശത്തിലെ സ്വാതന്ത്ര്യത്തിന്റെ നക്ഷത്രം ഉദിക്കുകയാണ്. ഒരു പുതിയ ആശ ഉടലെടുക്കുകയാണ്. ചിരകാല പ്രാർത്ഥിതമായ ഒരു സ്വപ്നം നിറവേറുകയാണ്. ആ നക്ഷത്രം അസ്തമിക്കാതിരിക്കട്ടെ, ആ ആശ വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ. ഇത് ആരുടെ വാക്കുകളാണ്? സ്വാതന്ത്ര്യ ലബ്ധിയുമായി ബന്ധപ്പെട്ട ഈ വാക്കുകൾ ആരുടേതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആരുടേതാണ്? നമ്മുടെ SCERT ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആരുടേതാണിത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണിത്. നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണിത്. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ സന്ദേശമായിരുന്നു ഇത്. എന്താണ്? ഒരു പുതിയ നക്ഷത്രം, നമ്മുടെ സ്വാതന്ത്ര്യം പറയുന്നതാണ്. ഒരു പുതിയ നക്ഷത്രം, പൗരസ്ത്യ ദേശത്തിലെ സ്വാതന്ത്ര്യത്തിന്റെ നക്ഷത്രം ഉദിക്കുകയാണ്. ഒരു പുതിയ ആശ ഉടലെടുക്കുകയാണ്. ചിരകാല പ്രാർത്ഥിതമായ ഒരു സ്വപ്നം നിറവേറുകയാണ്. ആ നക്ഷത്രം അസ്തമിക്കാതിരിക്കട്ടെ, ആ ആശ വഞ്ചിക്കപ്പെടാതിരിക്കട്ടെ. അപ്പൊ ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ബംഗാൾ, പഞ്ചാബ് എന്നീ പ്രവിശ്യകൾ വിഭജിക്കപ്പെട്ടു. ശരിയാണോ? നമുക്കറിയാം ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിരവധി പ്രവിശ്യകൾ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇന്ത്യ വിഭജന സമയത്ത് എന്ത് സംഭവിച്ചു? ഈ പ്രവിശ്യകൾക്ക് ചില പ്രവിശ്യകൾ പാകിസ്ഥാനിലോട്ട് പോയി, ബാക്കി പ്രവിശ്യകൾ എന്താണ് ഇന്ത്യയിൽ തന്നെ നിലനിന്നിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ രണ്ട് പ്രവിശ്യ എന്ത് ചെയ്യപ്പെട്ടു? വിഭജിക്കപ്പെട്ടു. ആ 2 പ്രവിശ്യകളാണ് ഏതൊക്കെ? ബംഗാൾ, പഞ്ചാബ് എന്ന് പറയുന്നത്. ബംഗാൾ, പഞ്ചാബ് എന്ന് പറയുന്ന 2 പ്രവിശ്യകൾ എന്താണ് ഇന്ത്യ വിഭജന സമയത്ത് വിഭജിക്കപ്പെടുകയാണ് ഉണ്ടായത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ നിലനിന്നപ്പോൾ പൂർവ്വ ബംഗാൾ കിഴക്കൻ പാകിസ്ഥാനായിട്ട് മാറി. ഇത് ശരിയാണോ? ശരിയാണ്. അന്ന് ബംഗ്ലാദേശില്ല, കിഴക്കൻ പാകിസ്ഥാനായിട്ടാണ് മാറുന്നത്. പിന്നീടാണ് ബംഗ്ലാദേശ് ഒക്കെ വരുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, പൂർവ്വ പഞ്ചാബ് ഇന്ത്യയുടെയും പശ്ചിമ പഞ്ചാബ് പാകിസ്ഥാന്റെയും ഭാഗമായി. അതൊക്കെ നമുക്ക് അറിയാവുന്ന സംഭവങ്ങളാണല്ലേ? അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം എന്താണ്? 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. ഓപ്ഷൻ 4 ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇത് നമ്മുടെ SCERT വളരെ വ്യക്തമായിട്ട് മാപ്പോട് കൂടി കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. വിഭജനത്തെ തുടർന്ന് ചില ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ പാകിസ്ഥാന്റെ ഭാഗമായെങ്കിലും ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഇന്ത്യയിൽ തന്നെ നിലനിന്നു. അതാണ് നമ്മുടെ ഈ ഒരു മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ബംഗാൾ, പഞ്ചാബ് എന്നീ പ്രവിശ്യകൾ മാത്രം വിഭജിക്കപ്പെട്ടു. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മുടെ ബംഗാൾ. ഇതിന്റെ പൂർവ്വഭാഗം എങ്ങോട്ട് പോയി? എന്തായിട്ട് മാറി? കിഴക്കൻ പാകിസ്ഥാനായിട്ട് മാറി. പശ്ചിമ ബംഗാൾ എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അതുപോലെ തന്നെ പഞ്ചാബിന്റെ കാര്യം നോക്കുവാണെങ്കിൽ പൂർവ്വ പഞ്ചാബ് ഇന്ത്യയിലും അതുപോലെ തന്നെ പശ്ചിമ പഞ്ചാബ് പാകിസ്ഥാനിലോട്ടുമായിട്ട് പോകുന്നു. ഓക്കെ, അതായത് 2 പ്രവിശ്യകൾ മാത്രം വിഭജിക്കപ്പെട്ടു. ഏതൊക്കെയാണ്? ബംഗാളും പഞ്ചാബ്. പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ നിലനിന്നപ്പോൾ പൂർവ്വ ബംഗാൾ കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി. അതുപോലെ പൂർവ്വ പഞ്ചാബ് ഇന്ത്യയുടെയും പശ്ചിമ പഞ്ചാബ് പാകിസ്ഥാന്റെയും ഭാഗമായിട്ട് മാറി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ബ്രിട്ടീഷ് ഭരണകാലത്ത്
അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്ന സിൽഹൈറ്റ് ഇന്ത്യ വിഭജന സമയത്ത് ഹിതപരിശോധനയെ തുടർന്ന് ഏതു രാജ്യത്തിന്റെ ഭാഗമായിട്ടാണ് മാറിയത്? അപ്പൊ ശ്രദ്ധിക്കുക, അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്ന സിൽഹൈറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. അത് ഇന്ത്യ വിഭജന സമയത്ത് കിഴക്കൻ പാകിസ്ഥാന്റെ കൂടെ പോവുകയാണ് ചെയ്തത്. ബംഗ്ലാദേശ് ആയിട്ടില്ല, കിഴക്കൻ പാകിസ്ഥാന്റെ കൂടെ പോയി. എങ്ങനെയാണത് പോയത്? ഹിതപരിശോധനയിലൂടെയായിരുന്നു കേട്ടോ. ഹിതപരിശോധനയിലൂടെയാണ് സിൽഹൈറ്റ് കിഴക്കൻ പാകിസ്ഥാനോട് കൂടി പോകുന്നത്. അപ്പം സിൽഹൈറ്റ് എന്ന് പറയുന്നത് അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്നു. അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്ന സിൽഹൈറ്റ് കിഴക്കൻ പാകിസ്ഥാന്റെ കൂടെ പോയി. എങ്ങനെ? ഹിതപരിശോധനയെ തുടർന്നാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു ഇന്ത്യ വിഭജന സമയത്ത് ചില പ്രവിശ്യകൾ പാകിസ്ഥാന്റെ കൂടെ പോയി. ബാക്കി എന്താണ്? ഇന്ത്യയിൽ നിന്നിരുന്നു. പഞ്ചാബും ബംഗാളും വിഭജിക്കപ്പെട്ടു. ഇവിടെ അസം പ്രവിശ്യ എന്താണ്? ഇന്ത്യയുടെ കൂടെ തന്നെയാണ്. പക്ഷെ അസം പ്രവിശ്യയിൽ ഉണ്ടായിരുന്ന സിൽഹൈറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം എവിടെ പോയി? കിഴക്കൻ പാകിസ്ഥാന്റെ കൂടെ പോയി. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക. SCERT കൊടുത്തിരിക്കുന്ന ചെറിയൊരു പോയിന്റ് ആണ്, അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. സിൽഹൈറ്റിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കിഴക്കൻ പാകിസ്ഥാനിൽ ചേരുന്നതിന് അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോൾ സിൽഹൈറ്റിലെ ഏത് പ്രദേശം മാത്രമാണ് അസം പ്രവിശ്യയുടെ ഭാഗമായി ഇന്ത്യയോടൊപ്പം നിലകൊണ്ടത്? ഏതാണ്? കരിംഗഞ്ച് ആണ് കേട്ടോ. കരിംഗഞ്ച് എന്ന് പറയുന്ന ആ ഒരു ഭാഗം, സിൽഹൈറ്റിലെ ആ ഒരു ഭാഗം മാത്രം എന്ത് പറഞ്ഞു? സിൽഹൈറ്റ് മുഴുവനായിട്ടും കിഴക്കൻ പാകിസ്ഥാനിലോട്ട് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ സിൽഹൈറ്റിലെ കരിംഗഞ്ച് എന്ന് പറയുന്ന ആ ഭാഗം മാത്രം, ആ ഒരു പ്രദേശം മാത്രം എന്താണ്? അസം പ്രവിശ്യയുടെ കൂടെ നിന്ന് ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെ ചെറിയ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ നമ്മുടെ SCERT കൊടുത്തത് കൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് നമ്മളിത് നോക്കിയിരിക്കണം. കാരണം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഫാക്ട്സ് ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് SCERT കൊടുത്തിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്നു സിൽഹൈറ്റ്. 1947 മൗണ്ട് ബാറ്റൻ പദ്ധതി പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കുന്നതിനോടൊപ്പം സിൽഹൈറ്റിൽ ഹിതപരിശോധന നടത്തുവാൻ ശുപാർശ ചെയ്തു. തുടർന്ന് നടന്ന ഹിതപരിശോധനയുടെ ഫലമായിട്ട് സിൽഹൈറ്റിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കിഴക്കൻ പാകിസ്ഥാനിൽ ചേരുന്നതിന് അനുകൂല നിലപാട് സ്വീകരിച്ചു. സിൽഹൈറ്റിലെ കരിംഗഞ്ച് പ്രദേശം മാത്രമാണ് അസം പ്രവിശ്യയുടെ ഭാഗമായിട്ട് ഇന്ത്യയോടൊപ്പം നിലകൊണ്ടത്. അപ്പം അത് ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ്? സിൽഹൈറ്റും സിൽഹൈറ്റിലെ കരിംഗഞ്ചും. ഓക്കെ, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത്, ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഭാഗമായിട്ട് അതിർത്തി രേഖ തയ്യാറാക്കിയത് ആരാണ്? എല്ലാവർക്കും അറിയാം ആരാണ്? സിറിൽ റാഡ്ക്ലിഫ്. ഇതും നമ്മുടെ SCERT ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഭാഗമായി അതിർത്തി രേഖ തയ്യാറാക്കിയ സിറിൽ റാഡ്ക്ലിഫ് അതിനു മുമ്പ് ഇന്ത്യ സന്ദർശിക്കുകയോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മനസ്സിലാക്കുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ ഒരു ഫാക്ട് അതിനകത്തുണ്ട്. അങ്ങനെ ഇന്ത്യയെക്കുറിച്ച് യാതൊരു മുൻധാരണയും ഇല്ലാതെ വെറും 5 ആഴ്ച കൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയതാണ് ഈ റാഡ്ക്ലിഫ് രേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യനെ പാകിസ്ഥാനെ വിഭജിക്കുന്ന അതിർത്തി രേഖയായ ഈ റാഡ്ക്ലിഫ് രേഖ തയ്യാറാക്കിയത് ആരാണ്? സിറിൽ റാഡ്ക്ലിഫ് ആണ്. ഇപ്പോൾ ഇന്ത്യ സന്ദർശിക്കാതെ വെറും ഒരു 5 ആഴ്ച കൊണ്ട് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളൊന്നും മനസ്സിലാക്കാതെ വെറും ഒരു 5 ആഴ്ച കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊരു അതിർത്തി രേഖ തയ്യാറാക്കിയത്. ഓക്കെ, അപ്പം ആരാണെന്ന് ഓർത്തിരിക്കുക. ആരാണ് തയ്യാറാക്കിയത്? സിറിൽ റാഡ്ക്ലിഫ് രേഖ. അടുത്ത ചോദ്യം നോക്കാം. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചോദ്യം. അതായത് ഈ ഒരു SCERT ചാപ്റ്ററിൽ നിന്നും റീസെന്റ് ആയിട്ട് PSC ചോദിച്ചൊരു ചോദ്യമാണിത്. ഉർവശി പട്ടാലിയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പഴയ SCERT ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട സിനിമകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇങ്ങനെ ഒരു കൃതിയെ പറ്റി അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ പുതിയ SCERT പറഞ്ഞിട്ടുണ്ട്, റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡെഫിനറ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. കാരണം ഇനി വരാൻ പോകുന്ന പരീക്ഷയിലൊക്കെ ഇവിടെ നിന്നുള്ള ചോദ്യങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ SCERT എന്താണ് ഇതിനെപ്പറ്റി കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു വാർത്തയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഉർവശി ഭൂട്ടാലിയാണ് കേട്ടോ, ബട്ടാലിയല്ല, ഉർവശി ഭൂട്ടാലിയുടെ നിശബ്ദതയുടെ മറുവശം എന്നല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്, മൗനത്തിന്റെ മറുപുറം. ഏകദേശം ഒരേ മീനിങ് തന്നെയാണ്. മൗനത്തിന്റെ മറുപുറം എന്ന ഗ്രന്ഥത്തിൽ അവർ കൊടുത്തിരിക്കുന്ന ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതായത് ഇതിനെപ്പറ്റി ഒരു പരാമർശം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത്രയും മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഉർവശി ഭൂട്ടാലിയുടെ മൗനത്തിന്റെ മറുപുറം എന്ന ഗ്രന്ഥം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത്രയും മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യ വിഭജനം സൃഷ്ടിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
നമ്മൾ SCRT എന്നുള്ള ഇങ്ങനെ പോയിന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലാത്തത് ഏതോ, അല്ലെങ്കിൽ ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഏതാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് നമുക്ക് ഇത് ഡെഫിനറ്റ് ആയിട്ട് ഇതൊന്ന് നോക്കിയിരിക്കാം. എന്തൊക്കെയാണ് ഇന്ത്യ വിഭജനം സൃഷ്ടിച്ച പ്രശ്നങ്ങൾ? ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും പ്രവഹിച്ചു. അതായത് അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടായി. വ്യാപകമായ അക്രമങ്ങൾ ഉണ്ടാവുകയും 10,000 കൊല്ലപ്പെടുകയും ചെയ്തു. ഓക്കെ, ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് വ്യാപകമായ അക്രമങ്ങൾ ഉണ്ടാവുകയും 10,000 കൊല്ലപ്പെടുകയും ചെയ്തു. അടുത്തത് എന്താണ്? കൊൽക്കത്ത, ഡൽഹി, ലാഹോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വർഗീയ ലഹളകൾ പുറപ്പെട്ടു. ഒട്ടേറെ സ്ത്രീകൾക്ക് മാനഹാനി സംഭവിച്ചു. നിരവധി സ്ത്രീകളും കുട്ടികളും തട്ടിക്കൊണ്ടുപോകലിന് ഇരകളായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന വലിയ പ്രശ്നങ്ങളുടെയൊക്കെ മെയിൻ ആയിട്ടുള്ളൊരു എര എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? സ്ത്രീകൾ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യ വിഭജനം സൃഷ്ടിച്ച പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആര് പറഞ്ഞ വാക്കുകളാണിത്? നെഹ്റു പറഞ്ഞ വാക്കുകൾ. ഗാന്ധിജിയുടെ മരണത്തെപ്പറ്റി ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. പ്രകാശം പൊലിഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് തെറ്റുപറ്റി. പ്രകാശിച്ചിരുന്നത് ഒരു സാധാരണ ദീപമായിരുന്നില്ല. 1000 വർഷങ്ങൾക്ക് ശേഷം അതിവിടെ പ്രകാശം ചൊരിയും. നൂറ്റാണ്ടുകളിലൂടെ 1000 ഹൃദയങ്ങൾക്ക് അത് ആശ്വാസം പകർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ മരണത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ. അടുത്ത ചോദ്യം. ഹിന്ദു മുസ്ലിം ഐക്യത്തിനായിട്ട് പ്രവർത്തിച്ച ഗാന്ധിജിയെ എവിടെ വെച്ചാണ് കൊലപ്പെടുത്തിയത്? ന്യൂഡൽഹിയിലെ ബിർള ഹൗസ് അങ്കണത്തിൽ വെച്ചാണ് ഗാന്ധിജിയെ കൊലപ്പെടുത്തുന്നത്. എവിടെ വെച്ചിട്ടാണ്? ഡൽഹിയിലെ ബിർള ഹൗസ് അങ്കണത്തിൽ വെച്ചിട്ടാണ് ഗാന്ധിജിയെ കൊലപ്പെടുത്തുന്നത്. 10ാമത്തെ ചോദ്യം. ഗാന്ധിജിയെ കൊലപ്പെടുത്തിയത് എന്നാണ്? 1948 ജനുവരി 30. 48 ജനുവരി 30 ഗാന്ധിജിയെ കൊലപ്പെടുത്തിയത്. ഗാന്ധിജിയെ കൊലപ്പെടുത്തിയത് ആരാണ്? വർഗീയവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഗാന്ധിജിയെ. അപ്പൊ ഗാന്ധിജിയെ കൊലപ്പെടുത്തിയത് ആരാണ്? വർഗീയവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഓക്കെ, ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് അടിത്തറ പാകിയത് ഭരണഘടനാ രൂപീകരണത്തിലൂടെയായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔപചാരികമായിട്ട് ആരംഭിച്ചത് എന്നാണ്? 1946 ഡിസംബർ 13. അപ്പം ഇത്രയേ ഉള്ളൂ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔപചാരികമായിട്ട് ആരംഭിച്ചത് എവിടെയാണ് എന്നാണ്? 1946 ഡിസംബർ 13. അപ്പം ചിലർക്കെങ്കിലും സംശയം തോന്നിക്കാണും, 9-ാം തീയതി അല്ലേ എന്ന് തോന്നിക്കാണും അല്ലേ. അപ്പം നമ്മുടെ SCRT പറയുന്നുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔപചാരികമായിട്ട് ആരംഭിച്ചത് എന്നാണ്? 1946 ഡിസംബർ 13. അപ്പം ഞാൻ പറയട്ടെ, 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. ഓക്കെ, 1946 ഡിസംബർ 9 ആദ്യമായിട്ട് ഇവർ സമ്മേളിക്കുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔപചാരികമായിട്ട് ആരംഭിച്ചത് എന്നാണ്? ഡിസംബർ 13. ഓക്കെ, അടുത്ത ചോദ്യം. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? 1947 ജനുവരി 22. അടുത്ത വർഷമായി 47 ജനുവരി 22 ജവഹർലാൽ നെഹ്റുവിൻ്റെ ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയതെന്നാണ്? 1949 നവംബർ 26. ഭരണഘടന നിലവിൽ വന്നതെന്നാണ്? 1950 ജനുവരി 26. ഭരണഘടനാ പ്രകാരം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നതെന്നാണ്? 1951 52 കാലഘട്ടത്തിലാണ് ആദ്യത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓക്കെ, 17ാമത്തെ ചോദ്യം. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നമ്മൾ SCRT കൊടുത്തിരിക്കുന്ന ഈ ബുള്ളറ്റ് പോയിന്റ്സ് തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം സെലക്ട് ചെയ്തത്. എന്തൊക്കെയാണ് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ? അഭയാർത്ഥികളുടെ പുനരധിവാസം. നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യ വിഭജനത്തിൻ്റെ പ്രധാന പ്രശ്നം എന്തായിരുന്നു? ഈ അഭയാർത്ഥി പ്രവാഹങ്ങളായിരുന്നു അല്ലേ. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയും എന്ത് തന്നെയായിരുന്നു? ഈ അഭയാർത്ഥികളുടെ പുനരധിവാസമായിരുന്നു. പിന്നീട് എന്താണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. നമുക്കറിയാം ഇന്ത്യയിൽ നിരവധി നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവയൊക്കെ നമുക്ക് സംയോജിച്ച് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കണമായിരുന്നു. അതും വലിയൊരു വെല്ലുവിളിയായിരുന്നു.
പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യ വിട്ട് മുഴുവനായിട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരുടെ അധീനതയിലുള്ള പ്രദേശം നമുക്ക് ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കണമായിരുന്നു. അതും ഒരു വെല്ലുവിളിയായിരുന്നു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, അതുപോലെ തന്നെ ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുക, സ്വതന്ത്രമായ ഒരു വിദേശ നയം രൂപപ്പെടുത്തൽ, ഇതൊക്കെ എന്താണ് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളികളാണ്. നമ്മൾ അതിനെയൊക്കെ എങ്ങനെ അതിജീവിച്ചു, എങ്ങനെ പുരോഗമനം കൈവരിച്ചു എന്നതൊക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഓരോ പോയിന്റ്സുമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ആദ്യം നമുക്ക് അഭയാർത്ഥി പുനരധിവാസം എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, ഇന്ത്യ വിഭജനം ഉണ്ടായ സമയത്ത് അഭയാർത്ഥി പ്രവാഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കിഴക്കൻ പാകിസ്ഥാനും ഉണ്ട്, മെയിൻ പാകിസ്ഥാനും ഉണ്ട് അല്ലേ. അപ്പോൾ രണ്ട് സ്ഥലത്ത് നിന്ന് നമുക്ക് എന്താണ് അഭയാർത്ഥി പ്രവാഹങ്ങൾ വരാം. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ആ 1947 ആ സമയത്ത് എന്താണ് ഏറ്റവും കൂടുതൽ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായിരുന്നത് മെയിൻ പാകിസ്ഥാനിൽ നിന്നായിരുന്നു. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും അങ്ങനെ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായിരുന്നില്ല. അപ്പം മെയിൻ പാകിസ്ഥാനിൽ നിന്നായിരുന്നു നമുക്ക് ഈ അഭയാർത്ഥി പ്രവാഹങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അത് നമ്മൾ ഏകദേശം 1951 ആയപ്പോഴത്തേഴും എന്താണ് ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഈ സമയത്ത് നമുക്ക് എന്താണ് വിഭജന കാലത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹമൊക്കെ താരതമ്യേന കുറവായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ മൂലം കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന്, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ നിന്ന് എന്താണ് അഭയാർത്ഥി പ്രവാഹം, ഇന്ത്യയിലേക്ക് അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടാവുകയായിരുന്നു. ഓക്കെ, അടുത്ത ഒരു ചോദ്യം നോക്കാം. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വിവേചനം നേരിട്ട കിഴക്കൻ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടി ബംഗ്ലാദേശ് എന്ന രാജ്യമായിട്ട് മാറിയത് എന്നാണ്? 1971 1971 ബംഗ്ലാദേശ് സംസ്ഥാനം രൂപീകരിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന ഭാഗം കിഴക്കൻ പാകിസ്ഥാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും വിവേചനം നേരിട്ട കിഴക്കൻ പാകിസ്ഥാൻ 1971 സ്വാതന്ത്ര്യം നേടി ബംഗ്ലാദേശ് എന്ന രാജ്യമായിട്ട് മാറി. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 565 നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ രണ്ടാമത്തെ വെല്ലുവിളി എന്താണ്? ഈ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്ന ശ്രമകരമായ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. അപ്പൊ ഈ നാട്ടുരാജ്യ സംയോജനത്തിന് നേതൃത്വം വഹിച്ചത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ് അല്ലെ. ആ സമയത്ത് നമ്മുടെ ആഭ്യന്തര മന്ത്രി ആയിരുന്നു ആര്? സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത്. ഓക്കെ, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും പി മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാർ എന്താണ്? ലയന കരാറാണ് കേട്ടോ. ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ എന്നറിയപ്പെടുന്ന കരാറാണ് അവർ തയ്യാറാക്കിയത്. അടുത്ത ചോദ്യം, ലയന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ജുനഗഡ്, കശ്മീർ, ഹൈദരാബാദ്, തിരുവിതാംകൂർ. ഇവയൊക്കെ എന്താണ്? ലയന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ്. ഇവയൊക്കെ ചേർത്തത് എങ്ങനെയാണ്? ജുനഗഡിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തത് ഹിതപരിശോധനയിലൂടെയാണ്. കാശ്മീർ ലയന കരാറിൽ ഒപ്പുവെച്ചിട്ടാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നത്. ഹൈദരാബാദ് സൈനിക നടപടിയിലൂടെയാണ് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെടുന്നത്. തിരുവിതാംകൂർ ആദ്യം ചേർന്നില്ലെങ്കിലും പിന്നീട് എന്താണ് തിരുവിതാംകൂറും ഇന്ത്യൻ യൂണിയനിൽ ചേരുകയായിരുന്നു. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായിട്ട് രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവൻ ആയിരുന്ന മലയാളി ആരായിരുന്നു? VP മേനോനാണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു സംശയം വന്നു കാണും, തിരുവിതാംകൂർ വിസമ്മതിച്ചോ എന്നുള്ളത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജുനഗഡ്, കശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. ഈ നാട്ടുരാജ്യങ്ങളെ അനുരഞ്ജന ചർച്ചകളിലൂടെയും സൈനിക നടപടികളിലൂടെയുമാണ് ഇന്ത്യൻ യൂണിയനിൽ ചേർത്തത്. ഓക്കെ, അടുത്ത ചോദ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന്റെ ഭാഗമായി നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരുമായി ചില കരാറുകളിൽ ഇന്ത്യ ഗവൺമെന്റ് ഒപ്പുവെച്ചു. ഇതിനെ തുടർന്ന് രാജാക്കന്മാർക്ക് അധികാരവും വരുമാനവും നഷ്ടപ്പെട്ടു. ഇത് പരിഹരിക്കുന്നതിനായിട്ട് ഈ നാട്ടുരാജ്യങ്ങളിലെ ഭരണകുടുംബങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായമായി ഒരു നിശ്ചിത തുക നൽകി. ഈ തുക
അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? പ്രിവി പേഴ്സ് എന്നാണ്. അതായത് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്നപ്പോൾ അവിടെ ഭരണകർത്താക്കൾക്ക് എന്താണ്, അവരുടെ വരുമാനവും അധികാരവും നഷ്ടപ്പെട്ടു അല്ലേ? അപ്പോൾ അവർക്ക് ഒരു സാമ്പത്തിക സഹായമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തിരുന്ന ഒരു നിശ്ചിത തുകയുണ്ട്. അത് അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? പ്രിവി പേഴ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, പ്രിവി പേഴ്സ് നിർത്തലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണ് കേട്ടോ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് പ്രിവി പേഴ്സ് നിർത്തലാക്കുന്നത്. ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കുന്നത്? 23 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് പ്രിവി പേഴ്സ് നിർത്തലാക്കുന്നത്. പ്രിവി പേഴ്സ് നിർത്തലാക്കിയ വർഷം ഏതാണ്? 1971. അപ്പം നാട്ടുരാജ്യങ്ങളിലെ ഭരണം നടത്തിക്കൊണ്ടിരുന്നവർക്ക് അവർക്ക് അധികാരവും വരുമാനവും നഷ്ടപ്പെട്ടപ്പോൾ, ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന് അധികാരവും വരുമാനവും നഷ്ടപ്പെട്ടപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഒരു നിശ്ചിത തുക സാമ്പത്തിക സഹായമായിട്ട് നൽകി വന്നിരുന്നു. അതാണ് പ്രിവി പേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് 1971 23 ഭേദഗതിയിലൂടെയാണ് ഇത് നിർത്തലാക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളെ പറ്റിയാണ് അല്ലേ? അപ്പം അഭയാർത്ഥികളുടെ പുനരധിവാസത്തെ പറ്റി നമ്മൾ പറഞ്ഞു, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കലിനെ പറ്റിയാണ്. 1947 ശേഷം ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന വിദേശ ശക്തികൾ ആരെല്ലാമാണ്? ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഉണ്ടായിരുന്നു കേട്ടോ. ബ്രിട്ടീഷുകാർ പോയിരുന്നാലും ഇവരെന്താണ്, ഇവര് ഇന്ത്യയുടെ ചില പ്രദേശങ്ങളിൽ ഇവരുടെ ഒരു ആധിപത്യം നിലനിർത്തിയിരുന്നു. അത് ഏതൊക്കെയാണ്? ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരുമാണ് ഇന്ത്യ വിട്ടു പോകാതിരുന്നത്. ഫ്രഞ്ചുകാർ പൂർണ്ണമായും ഇന്ത്യ വിട്ടുപോയ വർഷം ഏതാണ്? 1954 കേട്ടോ. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, 54 ഫ്രഞ്ചുകാർ തീർത്തും നമ്മുടെ ഇവിടുന്ന് പോകുന്നത്. 1954 ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടു പോയപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, യാനം, കാരയ്ക്കൽ, ചന്ദ്രനഗർ. ഈ പ്രദേശങ്ങൾ എന്താണ്? ഇന്ത്യ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി. ഓക്കെ, 31ാമത്തെ ചോദ്യം നോക്കുക. പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം ഏതാണ്? 1961 കേട്ടോ. 54 ഫ്രഞ്ചുകാർ പോയി, 61 മാത്രമാണ് പോർച്ചുഗീസുകാർ പോകുന്നത്. 1961 പോർച്ചുഗീസ് അധീനതയിലായിരുന്ന ഏതെല്ലാം പ്രദേശങ്ങളെയാണ് സൈനിക നടപടികളിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തത്? ഗോവ, ദാമൻ, ദിയു എന്നീ 2 പ്രദേശങ്ങളെയാണ് സൈനിക നടപടിയിലൂടെ 1961 ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തത്. ഗോവ, ദാമൻ, ദിയു. ഇതേപ്പറ്റിയൊക്കെ ഇവിടെ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയെ പറ്റിയാണ്. ഓക്കെ, ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയാണ് ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള ഒരു പ്രോത്സാഹനം ആയിരിക്കും. INCയുടെ ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്? 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് INC തീരുമാനിക്കുന്നത് എന്ത്? ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് KPCC സമ്മേളനം നടന്നത് എന്നാണ്? 1921 കേട്ടോ. ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ്. അപ്പം 20 തീരുമാനിച്ചു, 21 KPCC നിലവിൽ വരികയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനെ ഇവിടെ പറയുന്നുണ്ട്, നോക്കി നോക്കാം. സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കാനായിട്ട് 1948 ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? SK ധർ ആണ് കേട്ടോ. അപ്പോൾ എന്തിനെ പറ്റി പഠിക്കാനായിട്ടാണ്? സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കാനായിട്ടൊരു കമ്മീഷൻ നിയമിച്ചു. ആരാണ് ആ കമ്മീഷനെ നിയമിച്ചത്? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് അല്ലേ. ആ കമ്മീഷന്റെ പേരെന്താണ്? ഭാഷാ പ്രവിശ്യ കമ്മീഷൻ എന്നാണ്. അതിന്റെ അധ്യക്ഷൻ ആരാണ്? SK ധർ ആണ്. എന്നാണ് ആ കമ്മിറ്റിയെ നിയമിച്ചത്? 1948. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തു വയ്ക്കുക. എന്താണ്? സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കാനായിട്ട് ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു 1948. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? SK ധർ ആയിരുന്നു.
ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ശക്തമായ ആവശ്യത്തെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായിട്ട് 1948 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയോഗിച്ച കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരായിരുന്നു? JVP എന്നറിയപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. അത് എന്താണ്? ആരൊക്കെയാണ് ആ കമ്മിറ്റിയിൽ വരുന്നത്? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. അപ്പം ഒന്നെന്താണ്? SK ധറിന്റെ കമ്മിറ്റി എന്താണ്? നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഇത് രൂപീകരിച്ചത് അല്ലെ. ഇതെന്താണ്? INC ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. അതിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. അതും സെയിം വർഷം തന്നെയാണ്, 1948. അത് എന്തിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ്? ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ആ ഒരു ശക്തമായ ആവശ്യത്തെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായിട്ട്. 37ാമത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1953 ഒക്ടോബർ 1 ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. അതെന്നാണ് നിലവിൽ വന്നത്? 1953 ഒക്ടോബർ 1. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ കേന്ദ്ര സർക്കാർ നിയമിച്ചത് എന്നാണ്? 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്നത്. സംസ്ഥാന പുനഃസംഘടനാ ബിൽ പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ്? 1956 പാസ്സാക്കിയത്. ഓക്കെ. SK ധർ കമ്മീഷനെ പറ്റി പറയുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ JVP കമ്മിറ്റിയെ പറ്റി പറയുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് നോക്കാം. ഓക്കെ. 1956 രൂപീകരിക്കപ്പെട്ട 14 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, അസം, ബീഹാർ, ബോംബെ, ജമ്മു കാശ്മീർ, കേരള, മധ്യപ്രദേശ്, മൈസൂർ, ഒറീസ, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ. ഇതാണ് 1956 രൂപീകരിക്കപ്പെട്ട 14 സംസ്ഥാനങ്ങൾ. ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം നോക്കാം. നെഹ്റൂസ് ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആരാണ്? ആദിത്യ മുഖർജിയാണ് കേട്ടോ. അത് പ്രധാനപ്പെട്ടതാണ്. നെഹ്റൂസ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആദിത്യ മുഖർജിയാണ്. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് നെഹ്റൂസ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗം, അതായത് അതൊരു കത്താണ്. നെഹ്റു തൻ്റെ മുഖ്യമന്ത്രിമാർക്ക് 1949 എഴുതിയ ഒരു പ്രത്യേക കത്താണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ കത്തിൽ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഫലമായി തകർന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പുനരുദ്ധീകരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ കത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ ചാപ്റ്ററിൽ തന്നെ നമുക്കൊരു കൃതി പഠിക്കാനുണ്ടായിരുന്നു. ഏതാണ്? ഉർവശി ഭൂട്ടാലിയുടെ നിശബ്ദതയുടെ മറുവശം എന്ന് പറയുന്ന കൃതി. അത് നമ്മുടെ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു കൃതിയാണിത്, നെഹ്റൂസ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് ആരുടേതാണ്? ആദിത്യ മുഖർജിയുടേതാണ്. ഓക്കെ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ സമ്പദ്ഘടന ശക്തിപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രമല്ല, നമ്മുടേതാണെങ്കിലും ഒരു ഇൻഡിവിജ്വലിൻ്റെ സാമ്പത്തികം ശക്തിപ്പെടുത്തണം, സെറ്റിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി പോകണം അല്ലേ. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയും. നമുക്ക് നല്ലൊരു ആസൂത്രണം വേണമായിരുന്നു. ആസൂത്രണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് നല്ലൊരു സമ്പദ്ഘടനയിലോട്ട് എത്താൻ സാധിക്കുകയുള്ളായിരുന്നു. അപ്പോൾ ആസൂത്രണത്തിൻ്റെ നാൾ വഴികളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ നാൾ വഴികൾ. ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിച്ചത് എന്നാണ്? 1938. അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നേ തന്നെ നമ്മൾ എന്താണ് ഈ ഒരു ആസൂത്രണത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നെഹ്റു ആയിരുന്നു. ആ സമയത്തെ INCയുടെ പ്രസിഡന്റ് ആയിരുന്ന സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇങ്ങനെയൊരു ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കണം എന്ന് പറഞ്ഞ് മുൻകൈ എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം മുൻകൈ എടുത്തിട്ട് രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് ഏത്? ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ബോംബെ പ്ലാൻ തയ്യാറാക്കിയ വർഷം ഏതാണ്? 1944. 8 പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ഏത്? ഈ ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. ഏത് വർഷമാണ്? 1944. ജനകീയ പദ്ധതി മുന്നോട്ട് വെച്ചത് ആരാണ്? MN റോയ് ആണ് ജനകീയ പദ്ധതി മുന്നോട്ട് വെച്ചത്. ഗ്രാമീണ വികസനമൊക്കെയാണ് അതിനകത്ത് കൂടുതൽ ഊന്നൽ നൽകുന്നത്. ആരാണ്? MN റോയ്. പീപ്പിൾസ് പ്ലാൻ ആരുടേതാണ്? MN റോയിയുടേതാണ്. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, ചോദിച്ചിട്ടുള്ളതാണ്, ഇനി ചോദിക്കാനും സാധ്യതയുണ്ട്. ഗാന്ധിയൻ ആശയത്തിൽ അധിഷ്ഠിതമായ
അധിഷ്ഠിതമായ പദ്ധതി തയ്യാറാക്കിയത് ആരാണ്? JC കുമരപ്പയാണ്. ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമായതെന്നാണ്? 1950 മാർച്ച് 15, അതായത് സ്വാതന്ത്ര്യത്തിന് റിപ്പബ്ലിക്കൊക്കെ ആയതിനു ശേഷം എന്താണ് നമ്മളൊരു ദേശീയ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് അല്ലെ? എന്നാണ്? 1950 മാർച്ച് 15. ഈ ദേശീയ ആസൂത്രണ കമ്മീഷനാണ് നമ്മുടെ 5 ഇയർ പ്ലാൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കുന്നത്. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 2015. ദേശീയ ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കിയിട്ട് എന്താണ് നീതി ആയോഗ് വന്നതെന്നാണ്? 2015. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി, 1944 ബോംബെ പ്ലാൻ, അതുപോലെ തന്നെ MN റോയിയുടെ ജനകീയ പദ്ധതി, അതുപോലെ തന്നെ ഗാന്ധിയൻ ആശയങ്ങളിൽ അധിഷ്ഠിതമായ JC കുമരപ്പയുടെ പദ്ധതി. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു? 1950 മാർച്ച് 15 ഒഫീഷ്യലായിട്ട് തന്നെ നമ്മൾ എന്ത് തുടങ്ങുന്നു? നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ തുടങ്ങുന്നു. അവരാണ് എന്ത് ചെയ്യും? നമ്മുടെ 5 ഇയർ പ്ലാൻസ് ഒക്കെ തീരുമാനിക്കുന്നത്. 1951 മുതൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നു. അതിനുശേഷം 2005 ഇത് മാറിയിട്ട് എന്ത് വരുന്നു? നീതി ആയോഗ് നിലവിൽ വരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി വെച്ച് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പം എന്താണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്നത്. അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു. പിന്നെ ബോംബെ പദ്ധതി എന്ന് പറയുന്നത് 8 പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നീട് എന്താണ്? പീപ്പിൾസ് പ്ലാൻ, ജനകീയ പദ്ധതി MN റോയുടേതാണ്. അവിടെ ഊന്നൽ കൊടുത്തത് എന്തിനൊക്കെയായിരുന്നു? ഗ്രാമീണ മേഖലയ്ക്കും കാർഷിക ഉൽപ്പാദനത്തിനുമായിരുന്നു. പിന്നെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നു. പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും ലക്ഷ്യമിട്ട് രൂപീകരിച്ച ഒരു ഉപദേശക സമിതിയായിരുന്നു ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. പ്രധാനമന്ത്രിയായിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ. 2014 ഓഗസ്റ്റ് 13 ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കി. എന്നിട്ടാണ് നമ്മുടെ എന്ത് വരുന്നത്? നീതി ആയോഗ് വരുന്നത്. 2015 ജനുവരി 1 നീതി ആയോഗ് വന്നു. ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നീതി ആയോഗ് രൂപീകരിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു 5 ഇയർ പ്ലാൻസ്. ആസൂത്രണ കമ്മീഷനാണ് 5 ഇയർ പ്ലാൻസ് ഒക്കെ കൊണ്ടുവരുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലേ? അപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ നമ്മൾ ഊന്നൽ കൊടുത്തത് എന്തിനായിരുന്നു? കാർഷികമായിരുന്നു അല്ലെ? ഊന്നൽ കൊടുത്തത് കാർഷികമായിരുന്നു. രണ്ടാമത്തേതാണ് വ്യവസായത്തിന് വന്നത് അല്ലേ? അപ്പോൾ ഈ കാർഷികത്തിന് ഊന്നൽ കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ജലസേചന പദ്ധതികളൊക്കെ അവിടെ കൊണ്ടുവന്നു അല്ലേ? അങ്ങനെ ഒരു അണക്കെട്ടുകളൊക്കെ നമ്മൾ നിർമ്മിക്കാൻ തുടങ്ങി. ഓക്കെ, അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 1959 ദാമോദർ നദിയിലെ പഞ്ചേത്ത് അണക്കെട്ട്, അതായത് ഇന്നത്തെ ജാർഖണ്ഡിലെ സന്താൾ ഗോത്രവർഗക്കാരിയായ ബുദ്നി ബെച്ച്ഹാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? നമ്മൾ പറഞ്ഞു പഞ്ചവത്സര പദ്ധതിയിൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി നമ്മൾ ഊന്നൽ കൊടുത്തത് കാർഷികത്തിനായിരുന്നു. അണക്കെട്ടുകളൊക്കെ നിർമ്മിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒരു അണക്കെട്ട് ഒരു ഗോത്രവർഗ്ഗക്കാരിയെ കൊണ്ട് ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. ആ ഗോത്രവർഗ്ഗക്കാരിയുടെ പേര് എന്താണ്? ബുദ്നി ബെച്ച്ഹാൻ എന്നാണ് കേട്ടോ. ഏതു രാജ്യത്തിന്റെ സാമ്പത്തിക ആസൂത്രണ മാതൃകയിലാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്? സോവിയറ്റ് യൂണിയന്റെ മാതൃകയിലാണ് കേട്ടോ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഏതു തരം സമ്പദ് വ്യവസ്ഥയാണ് പിന്തുടർന്നത്? പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ പിന്തുടർന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ വ്യവസായത്തിനാണ് ഊന്നൽ കൊടുത്തത് അല്ലേ? അപ്പം നമ്മൾ മറ്റു രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയൊക്കെ നമ്മൾ ഇരുമ്പുരുക്ക് വ്യവസായശാലകളൊക്കെ ആരംഭിച്ചിരുന്നു. നോക്കാം. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. റൂർക്കേല ഒഡീഷ. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. റൂർക്കേല ഒഡീഷ ജർമ്മനി. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. അതിന് സഹായം നൽകിയ രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. ഭിലായി, ഛത്തീസ്ഗഡ്, സോവിയറ്റ് യൂണിയൻ. അടുത്തത് ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ്. അതിന് സഹായം നൽകിയ രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. ബൊക്കാറോ, ജാർഖണ്ഡ്, സോവിയറ്റ് യൂണിയൻ. ദുർഗാപൂർ വ്യവസായശാല ഇരുമ്പുരുക്ക് വ്യവസായശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. അതിന് സഹായം നൽകിയ രാജ്യം ഏതാണ്? UK ആണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്.
എപ്പോഴും ചോദിക്കുന്നതാണ്, ഇനിയും ചോദിക്കാൻ വളരെ സാധ്യതയുള്ളൊരു സംഭവമാണ്. ഇങ്ങനെ ഒരു ടേബിളായിട്ട് തന്നെ നമ്മുടെ SCERT കൊടുത്തിട്ടുണ്ട്. റൂർക്കേല ഒഡീഷ ജർമ്മനി, ഭിലായി ഛത്തീസ്ഗഡ് സോവിയറ്റ് യൂണിയൻ, ബൊക്കാറോ ജാർഖണ്ഡ് സോവിയറ്റ് യൂണിയൻ, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ യുണൈറ്റഡ് കിങ്ഡം. ഓക്കെ, സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയും കൂടെ ഇവിടെ ഓർത്തിരിക്കണം. അതായത് കാർഷിക പരിഷ്കരണ കമ്മിറ്റി, അഗ്രേറിയൻ റീഫോംസ് കമ്മിറ്റി. അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് JC കുമരപ്പയായിരുന്നു. അതായത് നെഹ്റുവിൻ്റെ ശുപാർശയിലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് സ്വാതന്ത്ര്യാനന്തരം. ഈ കമ്മിറ്റിയുടെ പേരെന്താണ്? കാർഷിക പരിഷ്കരണ കമ്മിറ്റി, അഗ്രേറിയൻ റീഫോംസ് കമ്മിറ്റി. അപ്പോൾ ഈ കമ്മിറ്റിയുടെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഇവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂവുടമകൾക്ക് അവരുടെ കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുന്നത്. അങ്ങനെ നിശ്ചയിച്ചിട്ട് മിച്ചം വരുന്ന ഭൂമി എന്താണ്? ഭൂരഹിതരായ കർഷകർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ കമ്മിറ്റി ഏതാണ്? അഗ്രേറിയൻ റീഫോംസ് കമ്മിറ്റി, കാർഷിക പരിഷ്കരണ കമ്മിറ്റി, JC കുമരപ്പ. ഓക്കെ, അടുത്ത ചോദ്യം. നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നതിനായിട്ട് വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്? ഭൂദാന പ്രസ്ഥാനം. അതായത് നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? നിയമനിർമ്മാണത്തിലൂടെ മിച്ച ഭൂമിയില്ലാത്തവർക്ക് കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലേ? അത് അങ്ങനെയൊന്നുമല്ല, നിയമനിർമ്മാണത്തിലൂടെ ഒന്നും അല്ലാതെ ഇദ്ദേഹത്തെ തന്നെ എന്താണ് ഒരു നേതൃത്വത്തിൽ ഈ ഒരു ഭൂദാന പ്രസ്ഥാനത്തിലൂടെ എന്താണ് ഭൂമി ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണിത് ഭൂദാന പ്രസ്ഥാനം എന്ന് പറയുന്നത്. നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ ഭൂപരിഷ്കരണം നടപ്പിലാക്കുന്നതിനായിട്ട് വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് എന്ത്? ഭൂദാന പ്രസ്ഥാനം എന്ന് പറയുന്നത്. വിനോബ ഭാവെയും അദ്ദേഹത്തിന്റെ അനുയായികളും ഗ്രാമങ്ങൾ തോറും പദയാത്രകൾ നടത്തി വൻകിട ഭൂവുടമകളെ അവരുടെ കൈവശമുള്ള ഭൂമിയുടെ 1/6 ഭൂദാനമായി നൽകുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ലഭിച്ച ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഭൂപരിഷ്കരണ നിയമങ്ങൾ നിലവിൽ വന്നതോടുകൂടി ഈ ഭൂദാന പ്രസ്ഥാനത്തിന്റെ പ്രസക്തി കുറഞ്ഞു. ഓക്കെ, പക്ഷെ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് അദ്ദേഹം എടുത്തു. ഓക്കെ, അടുത്ത ചോദ്യം. ഹരിത വിപ്ലവത്തിന്റെ 2 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? 1960 തൊട്ട് 70 വരെ 1ാം ഘട്ടവും 1970 തൊട്ട് 80 വരെ 2ാം ഘട്ടവും. കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യോൽപാദന രംഗത്തെ സ്വയം പര്യാപ്തതയും ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച വിപ്ലവം ഏതാണ്? ഹരിത വിപ്ലവമാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഓക്കെ, അടുത്ത 62ാമത്തെ ചോദ്യം. പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും വർധനവ് ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ വിപ്ലവം ഏതാണ്? ധവള വിപ്ലവം. മത്സ്യ മേഖലയുടെ പുരോഗതി ലക്ഷ്യമാക്കിയുള്ള വിപ്ലവം ഏതാണ്? നീല വിപ്ലവം. ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മലയാളി ആരാണ്? ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മലയാളി ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഓക്കെ, അപ്പോൾ അവരെ പറ്റിയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പാൽ ഉൽപാദനത്തിൽ സമൂലമായ മാറ്റങ്ങൾക്ക് ധവള വിപ്ലവത്തിലൂടെ തുടക്കം കുറിച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ചോദ്യം. 1ാം ബാങ്ക് ദേശസാത്കരണം നടന്നത് എന്നാണ്? 1969 1ാം ബാങ്ക് ദേശസാത്കരണം നടന്ന സമയത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. 1ാം ബാങ്ക് ദേശസാത്കരണത്തിലൂടെ എത്ര ബാങ്കുകളെയാണ് സർക്കാർ ഏറ്റെടുത്തത്? 14 ബാങ്കുകളെയാണ്. ഓക്കെ, അതിനെപ്പറ്റി ബാങ്ക് ദേശസാത്കരണത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. സാമ്പത്തികമായി മുന്നേറണമെന്നുണ്ടെങ്കിൽ കാർഷിക രംഗത്ത് പുരോഗതി ഉണ്ടാകണം, അത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വ്യാവസായിക രംഗത്ത് പുരോഗതി ഉണ്ടാകണം, അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് സ്വാതന്ത്ര്യാനന്തരം വന്ന മാറ്റങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തൊക്കെ എഫേർട്സ് എടുത്തു എന്നുള്ളതൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുവന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെയാണ് അല്ലേ? അത് ശരിയാണ്. പക്ഷേ സ്വാതന്ത്ര്യാനന്തരം നമ്മൾ എന്താണ് കാലാകാലങ്ങൾ ഓരോ കമ്മീഷൻ നിയോഗിച്ച് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ ശുപാർശകൾ നൽകാനുമായിട്ട് കാലാകാലങ്ങളിൽ ഗവൺമെൻറ് എന്താണ് വിവിധ വിദ്യാഭ്യാസ കമ്മീഷനുകളെ രൂപീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷനാണ്. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ 1948 ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷനാണ്. അപ്പം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് നിയമിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? S രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 1948 സർവകലാശാല
വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി നിയമിച്ച കമ്മീഷനാണ് ഇത് ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷൻ എന്ന് പറയുന്നത്. UGC രൂപീകരിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ 1948 സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ച കമ്മീഷനാണ് ഇത്. സ്വതന്ത്ര ഭാരത സർക്കാർ നിയമിച്ച ആദ്യത്തെ കമ്മീഷനാണ് ഇത് എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവരുടെ ശുപാർശ പ്രകാരമാണ് എന്ത് രൂപീകരിക്കുന്നത്? യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGC രൂപീകരിക്കുന്നത്. ഓക്കെ, അടുത്തത് സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തിന്റെ വസ്തുതകൾ വിലയിരുത്തുന്നതിനും പരിഷ്കരിക്കുന്നതിനും ആയിട്ട് നിയോഗിക്കപ്പെട്ട കമ്മീഷൻ അല്ലെങ്കിൽ നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? മുതലിയാർ കമ്മീഷനാണ്. നേരത്തെ നമ്മൾ സർവകലാശാല വിദ്യാഭ്യാസത്തെ പറ്റിയാണ് പറഞ്ഞത്. ഇവിടെ എന്താണ്? സെക്കൻഡറി വിദ്യാഭ്യാസം, അതിനെക്കുറിച്ച് പഠിക്കാൻ, അവിടെ പരിഷ്കരണം എന്തൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ പഠിക്കാനും അതിനെപ്പറ്റി ശുപാർശകൾ സമർപ്പിക്കാനുമായിട്ട് നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ഏത്? മുതലിയാർ കമ്മീഷൻ എന്ന് പറയുന്നത്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഇതും മുതലിയാർ കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി വിദ്യാഭ്യാസം അതുപോലെ തന്നെ ത്രിഭാഷ ആരാണ്? മുതലിയാർ കമ്മീഷനാണ്. എന്തിനാണ് കോത്താരി കമ്മീഷൻ രൂപീകരിച്ചത്? ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വിലയിരുത്തി ഏകീകൃതവും ആധുനികവും ദേശീയവുമായ ഒരു വിദ്യാഭ്യാസ ഘടന നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് കോത്താരി കമ്മീഷൻ നിയമിച്ചത്. അതായത് ഒരു ഏകീകൃതമായ ഒരു വിദ്യാഭ്യാസം ഇന്ത്യയിൽ കൊണ്ടുവരണം, അല്ലെ? ആധുനികവുമായിരിക്കണം, ഏകീകൃതവുമായിരിക്കണം. അതായത് മൊത്തം നമുക്ക് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരാം. അതിനെപ്പറ്റി പഠിക്കാനും ശുപാർശകൾ സമർപ്പിക്കാനുമാണ് എന്ത്? കോത്താരി കമ്മീഷൻ നിയമിച്ചത്. കോത്താരി കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ്? 1964 രൂപീകരിച്ചത്. 66 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. കോത്താരി കമ്മീഷനെ നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ DS കോത്താരി. ദൗലത് സിംഗ്, ഫുൾ നെയിം പഠിച്ചു വെക്കുക കേട്ടോ. ഡോക്ടർ ദൗലത് സിംഗ് കോത്താരി, DS കോത്താരി, ദൗലത് സിംഗ് കോത്താരി. ഓക്കെ, കോത്താരി കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ ദൗലത് സിംഗ് കോത്താരി. അദ്ദേഹമായിരുന്നു ആ സമയത്തെ UGC ചെയർമാൻ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തെയാണ് ഗവൺമെന്റ് ഈ ഒരു കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിച്ചത്. അതുകൊണ്ടാണ് ആ കമ്മീഷന് പേര് വന്നത് എന്ത്? കോത്താരി കമ്മീഷൻ എന്ന് പേര് വന്നത്. ഇന്ത്യയിൽ 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഇത്? കോത്താരി കമ്മീഷൻ. അപ്പോൾ ഓർത്തിരിക്കുക, ഇത് PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 10+2+3 മാതൃക എവിടെയാണ്? കോത്താരി. ത്രിഭാഷാ പദ്ധതി എവിടെയാണ്? മുതലിയാർ കമ്മീഷനാണ് കേട്ടോ. 1968 നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം 1968 ആദ്യത്തെ വിദ്യാഭ്യാസ നയം ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് വന്നത്? കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം 1968 വരുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം ഏത് വർഷമാണ് വരുന്നത്? 1968. അപ്പൊ ഏത് കമ്മീഷന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം വരുന്നത്? കോത്താരി കമ്മീഷന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഓക്കെ, അപ്പം 10+2+3 അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. 10+2 എന്ന സ്കൂൾ ഘടനയ്ക്ക് പകരമായിട്ട് 5+3+4 എന്ന ഘടനാ പരിഷ്കാരം നിർദ്ദേശിച്ചത് ആരാണ്? ദേശീയ വിദ്യാഭ്യാസ നയം 2020. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം 2020 10+2 എന്ന സ്കൂൾ ഘടനയ്ക്ക് പകരമായിട്ട് 5+3+4 എന്ന ഘടനാ പരിഷ്കാരം നിർദ്ദേശിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് സമർപ്പിച്ച സമിതിയുടെ തലവൻ ആരാണ്? ഡോക്ടർ കസ്തൂരി രംഗനാണ്. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ നയമാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020. ഇപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ വിവിധ വിദ്യാഭ്യാസ കമ്മീഷനുകളും വിദ്യാഭ്യാസ നയവും എന്താണ് ഒരു ടേബിൾ ആയിട്ട് നമ്മുടെ SCERT ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഡെഫിനറ്റ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. അപ്പൊ എന്താണ് ആദ്യത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. സർവകലാശാല വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തു. നമ്മൾ ചോദ്യമായിട്ട് നോക്കിയതാണ്. പിന്നീട് എന്താണ് 1952 ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസത്തിനാണ് ഊന്നൽ കൊടുത്തത്. DS കോത്താരി കമ്മീഷൻ. അതെന്താണ്? വിദ്യാഭ്യാസത്തിന്റെ ദേശീയ ഘടന. അതായത് നമ്മൾ പറഞ്ഞൊരു ഏകീകൃത വിദ്യാഭ്യാസ രീതി ഇന്ത്യയിൽ കൊണ്ടുവരണം, അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചു, അതിനു വേണ്ടിയിട്ട് പഠിച്ചു, ശുപാർശകൾ നൽകി. ഏത് വർഷമാണ്? 1964 കേട്ടോ. പിന്നീട് എന്താണ്?
ദേശീയ വിദ്യാഭ്യാസ നയം 1986. ഇത് രണ്ടാമത്തെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് കേട്ടോ. അവിടെ ശ്രദ്ധിക്കണം, ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് 1968ലാണ്. ഇത് 86 ആണെങ്കിൽ 68 ഒന്ന് തിരിച്ചിട്ടാൽ മതി. 1968ലാണ് ആദ്യത്തെ വിദ്യാഭ്യാസ നയം വരുന്നത്. രണ്ടാമത്തെ വിദ്യാഭ്യാസ നയമാണ് 1986 വരുന്നത്, അതായത് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ മാറിപ്പോരുത്. ആദ്യത്തെ വിദ്യാഭ്യാസ നയം 1968, രണ്ടാമത്തത് 1986. പിന്നീട് ഏറ്റവും അവസാനമായിട്ട് 2020 ദേശീയ വിദ്യാഭ്യാസ നയം, അതും നമ്മൾ ചോദ്യമായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക. ചിലപ്പം എന്താണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം 2020 ആ സമയത്ത് പ്രധാനമന്ത്രി ആരാണ് എന്നൊക്കെ നമ്മളോട് ചോദിക്കുക അല്ലേ. അപ്പോൾ ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്ന സമയത്താണ് ഈ ദേശീയ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. അപ്പോഴാണ് എന്താണ് ഈ ഒരു ദേശീയ വിദ്യാഭ്യാസ നയം, മൂന്നാമത്തെ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അതിനകത്ത് വരുന്നത്. ഇത് പീക്കുമായിട്ട് ചോദിച്ചിട്ടുണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നോക്കാം, രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? 10+2+3 വിദ്യാഭ്യാസ മാതൃക പറഞ്ഞത് ആരാണ്? കോത്താരി കമ്മീഷനാണ് അല്ലേ. ദൗലത്ത് സിംഗ് കോത്താരി, DS കോത്താരി കമ്മീഷനാണ് പറഞ്ഞത്. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? 1986 രണ്ടാമത്തെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുമ്പോൾ എന്താണ്? 1968 ആദ്യത്തേത്, 1986 രണ്ടാമത്തേത്, മൂന്നാമത്തേത് 2000. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ് എന്നത് ആരുടെ പ്രസ്താവനയാണ്? ഡോക്ടർ DS കോത്താരിയുടേതാണ്, ദൗലത്ത് സിംഗ് കോത്താരിയുടേത്. ഓക്കെ, ഇനി അപ്പോൾ നമ്മളെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടി നല്ല വിദ്യാഭ്യാസ രീതി ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ വിവിധ വിദ്യാഭ്യാസ കമ്മീഷനുകൾ കൊണ്ടുവന്നു. അതേപ്പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച ആൾക്കാരെയും അതിനു വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന മാറ്റങ്ങളും നമുക്കത് നോക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ശാസ്ത്രത്തെ പുരോഗമിക്കാൻ അനുവദിക്കുന്ന പക്ഷം അതിൻ്റെ പുരോഗതിക്ക് ദൃശ്യമായ സീമയൊന്നുമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ആരുടെ വാക്കുകളാണ്? നമ്മുടെ സെർട്ടി ബുക്കിൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ശാസ്ത്രത്തെ പുരോഗമിക്കാൻ അനുവദിക്കുന്ന പക്ഷം അതിൻ്റെ പുരോഗതിക്ക് ദൃശ്യമായ സീമയൊന്നുമില്ല, അതിലൊന്നുമില്ല. ഏതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയിൽ അറിവിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിലുള്ള നിരവധി സ്ഥാപനങ്ങൾ ഈ കാലഘട്ടത്തിൽ, അതായത് സ്വാതന്ത്ര്യാനന്തരം നിരവധി സ്ഥാപനങ്ങൾ വന്നിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IIT, ബാർക്ക്, എയിംസ്, DRDO, IIM എന്നിവയൊക്കെ എന്താണ്? അറിവിന്റെ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കൊണ്ടുവന്ന നിരവധി സ്ഥാപനങ്ങളാണ് അല്ലേ. ഇനി അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന സ്ഥാപനം ഏതാണ്? ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്നത് എവിടെയാണ്? ഇത് ശ്രദ്ധിക്കണേ, 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചിട്ടാണ്. 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചിട്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1974 മെയ് 18 ഇന്ത്യയിലെ ആദ്യത്തെ ആണവ പരീക്ഷണം രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചിട്ട്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നത് എന്നാണ്? ആദ്യത്തേത് 1974 രണ്ടാമത്തെ എന്നാണ്? 1998 കേട്ടോ. വർഷം മാറിപ്പോർത്ത് 1974 1998. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ആദ്യത്തെ നടന്ന പോലെ തന്നെ പൊക്രാനിൽ വെച്ചിട്ടാണ്, രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചിട്ടാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയ പേരെന്താണ്? ഓപ്പറേഷൻ ശക്തി എന്നാണ്. മറ്റേത് ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ്, രണ്ടാമത്തേന് എന്താണ്? ഓപ്പറേഷൻ ശക്തി എന്നാണ്. ഇനി എന്തുകൊണ്ടാണ് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് കൊടുത്തതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തുകൊണ്ടാണ്? ആ വർഷത്തെ ബുദ്ധപൂർണിമ ദിനത്തിൽ പരീക്ഷണം നടത്തിയതിനാലാണ് ഈ പേര് ലഭിച്ചത്. ക്ലിയർ ആണല്ലോ? എന്തുകൊണ്ടാണ് ആ പേര് ലഭിച്ചതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ്? ആ ബുദ്ധപൂർണിമ ദിനത്തിൽ ആ പരീക്ഷണം നടത്തിയത് കൊണ്ടാണ്. ബാക്കിയെല്ലാം നമ്മൾ ചോദ്യ രൂപേണ നോക്കി. 1974 ആദ്യത്തേതും 1998 രണ്ടാമത്തേതും. ഈ ആണവ പരീക്ഷണങ്ങൾക്ക് ആദ്യം നേതൃത്വം നൽകിയത് ആരാണ്? ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ്.
ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ് കേട്ടോ. ഈ മേഖലയിലെ എല്ലാ ചോദ്യങ്ങളും നമുക്ക് പറഞ്ഞു പോകാൻ പറ്റത്തില്ല, SCRT-യിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് എന്നാണ്? 1975 ഏപ്രിൽ 19 കേട്ടോ. 75 ഏപ്രിൽ 19. ഇന്ത്യയുടെ ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യങ്ങൾ ഏതൊക്കെയാണ്? അതിപ്പോൾ അറിയാം, എല്ലാവർക്കും അറിയാൻ പറ്റും. ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന വലിയൊരു സക്സസ് ആയിരുന്നു. അപ്പോൾ എത്ര ഉണ്ട് നമുക്ക് ചാന്ദ്ര ദൗത്യങ്ങൾ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അതുപോലെ തന്നെ ചൊവ്വ ദൗത്യമായ മംഗൾയാൻ ഏത് വർഷമായിരുന്നു? 2013 കേട്ടോ. 2013. ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ്. ഇതിൻ്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാനിപ്പം SCRT കൊടുത്തിരിക്കുന്ന ഫാക്ട്സ് മാത്രമാണ് പറയുന്നത്. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് 23 കേട്ടോ. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. എന്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 23 ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്? ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രയാൻ 3 പര്യവേക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ്. എന്നാണ് പൂർത്തീകരിച്ചത്? ഓഗസ്റ്റ് 23 അല്ലേ? അത് വിക്ഷേപിച്ച് സക്സസ്ഫുൾ ആയിട്ട് ലാൻഡ് ചെയ്ത്. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 23 എന്ന് പറയുന്നത് ബഹിരാകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? APJ അബ്ദുൽ കലാം ആണ്. മിസൈൽ സാങ്കേതിക വിദ്യയിലുള്ള സംഭാവനകൾ കണക്കിലെടുത്താണ് അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഹോമി J. ഭാഭ, വിക്രം സാരാഭായ് എന്നിവർ ഏത് രംഗത്ത് സ്തുത്യർഹമായ സേവനം നൽകിയ ശാസ്ത്രജ്ഞരാണ്? ബഹിരാകാശ ഗവേഷണ രംഗത്ത്. ISRO സ്ഥാപിതമായതെന്നാണ്? 1969 ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂർ. ISROയുടെ നിലവിലെ ചെയർമാൻ V. നാരായണൻ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദേശീയ ബഹിരാകാശ ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രയാൻ 3 പര്യവേക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ആചരിക്കുന്നത്. പിന്നെ 3 ചാന്ദ്ര ദൗത്യങ്ങൾ, 2013 മംഗൾയാൻ ദൗത്യം, 1975 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ആര്യഭട്ട വിക്ഷേപിക്കുന്നു, സ്ഥാപനങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എന്താണ് ചോദ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട 5 വെല്ലുവിളികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 6ാമത്തെ, അതായത് അവസാനത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണ്? സ്വതന്ത്രമായ ഒരു വിദേശ നയം രൂപപ്പെടുത്തൽ എന്നുള്ളതാണ്. അതായത് ഒരു ഫോറിൻ പോളിസി, സ്വതന്ത്രമായ ഒരു ഫോറിൻ പോളിസി രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പിയായ ജവഹർലാൽ നെഹ്റു നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വിദേശ നയത്തിനാണ് രൂപം നൽകിയത്. ഓക്കെ. അപ്പം നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വിദേശ നയത്തിനാണ് ഇദ്ദേഹം രൂപം നൽകിയിരിക്കുന്നത്. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഇന്ത്യയുടെ വിദേശ നയത്തെ പറ്റി പ്രതിപാദിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്? സമാധാനപരമായ സഹവർത്തിത്വം. 5 എണ്ണമാണ് ഉള്ളത്, പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, നോക്കി വെക്കുക. സമാധാനപരമായ സഹവർത്തിത്വം, കൊളോണിയലിസത്തിനും വർണ്ണവിവേചനത്തിനും എതിരായി നിലകൊള്ളുക, ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക, ചേരി ചേരാ നയം, പഞ്ചശീല തത്വങ്ങൾ. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ടത്. ബാക്കിയും ഈ പെട്ടതേത് എന്നൊക്കെ നമ്മളോട് ചോദിക്കാറില്ല. അതായത് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഉൾപ്പെട്ടത് ഏതാണ്, ഉൾപ്പെടാത്തവ ഏതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ടതാണ് ഏത്? ചേരി ചേരാ നയവും പഞ്ചശീല തത്വങ്ങളും. നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്, ചേരി ചേരാ പ്രസ്ഥാനം. ഇനി അങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക് എത്തിപ്പെടാനിടയായ സാഹചര്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ശീതസമരം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള സമരമാണ് എന്ത്? ശീതസമരം എന്ന് അറിയപ്പെട്ടിരുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവർ തമ്മിലുണ്ടായിരുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്? ശീതസമരം എന്ന് അറിയപ്പെടുന്നത്. ശീതസമരത്തിൻ്റെ ഭാഗമായ അമേരിക്കൻ ചേരിയിലും USSR ചേരിയിലും പെടാതെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച രാഷ്ട്രങ്ങളുടെ സംഘടന ഏതാണ്? ചേരി ചേരാ പ്രസ്ഥാനമാണ്. അതായത് 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതോടുകൂടി വീണ്ടും ലോകം 2 ചേരിയായിട്ട് മാറിയല്ലോ. അപ്പോൾ ഇതിൽ രണ്ടിലും ചേരാതെ സ്വതന്ത്രമായി നിൽക്കുന്ന
രാജ്യങ്ങളുടെ ആ ഒരു പ്രസ്ഥാനമാണ് എന്ത്, ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇതിലകത്തോട്ട് എത്തിച്ചേരാനിടയായ സാഹചര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. രണ്ടാം ലോക മഹായുദ്ധം, അതിനുശേഷം രണ്ട് ചേരികളായിട്ട് തിരിയുന്നു. അതിൽ പെടാത്ത ആൾക്കാർ ചേർന്ന് എന്തുണ്ടാക്കുന്നു, ചേരിചേരാ പ്രസ്ഥാനം ഉണ്ടാക്കുന്നു. അത് നമ്മുടെ വിദേശ നയത്തിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ്. നമ്മൾ ഒരു രാജ്യത്തിൻ്റെയും പക്ഷം പിടിക്കത്തില്ല എന്നുള്ളത്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ശില്പി ആരാണ്, ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ വിദേശ നയത്തിൻ്റെയും മുഖ്യ ശില്പി ആരാണ്, ജവഹർലാൽ നെഹ്റു ആണ്. ചേരിചേരാ നയത്തിൻ്റെയും മുഖ്യ ശില്പി ആര് തന്നെയാണ്, നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. ചേരിചേരാ പ്രസ്ഥാനം എന്ന പ്രയോഗം ആദ്യമായിട്ട് ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയത് ആരാണ്, വി കെ കൃഷ്ണമേനോനാണ് കേട്ടോ, വി കെ കൃഷ്ണമേനോൻ. 1961 പ്രഥമ ചേരിചേരാ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്, ബെൽഗ്രേഡ് ആണ് കേട്ടോ. 61 ഇതിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അത് എവിടെ വെച്ചിട്ടാണ്, ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ ലോക നേതാക്കൾ ആരാണ്, പ്രധാനമായിട്ടും 5 പേരെ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പം അതായത് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണവുമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തി ഇതിൽ ആരാണെന്നൊക്കെ പറഞ്ഞ് എങ്ങാനും ചോദിച്ചാൽ നോക്കാം ആരൊക്കെയാണ് ഈ ഒരു രൂപീകരണത്തിന്റെ നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ എന്നുള്ളത്. ഡെഫിനറ്റായിട്ടും ആരുണ്ട്, നമ്മുടെ ജവഹർലാൽ നെഹ്റു ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈജിപ്ത് പ്രസിഡന്റ് ആയിരുന്ന ഗമാൽ അബ്ദുൾ നാസർ, മാർഷൽ ടിറ്റോ, യൂഗ്ലോസോവിയൻ പ്രസിഡന്റായ മാർഷൽ ടിറ്റോ, സുകാർണോ, ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായ സുകാർണോ, പിന്നെ ക്വാമെ എൻക്രൂമ, ഘാനയുടെ പ്രസിഡന്റായ ക്വാമെ എൻക്രൂമ. ഇതിൽ 5 പേരാണ് ഇതിന്റെ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട 5 നേതാക്കൾ എന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്, നെഹ്റു, ഗമാൽ അബ്ദുൾ നാസർ, മാർഷൽ ടിറ്റോ, സുകാർണോ, ക്വാമെ എൻക്രൂമ. ക്ലിയർ ആണല്ലോ. അവരുടെ പാഠമൊക്കെ നമ്മുടെ SCERT കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചേരിചേരാ പ്രസ്ഥാനം രൂപവത്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്, ബെന്തൂങ് സമ്മേളനമാണ് കേട്ടോ. 1955 ബെന്തൂങ് സമ്മേളനത്തിലാണ് ഇങ്ങനെയൊരു സംഭവം രൂപവത്കരിക്കാൻ തീരുമാനിച്ചത്. ഇതിൻ്റെ ആദ്യത്തെ സമ്മേളനം, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ആദ്യത്തെ സമ്മേളനം നടന്ന 1961 ഇത് പക്ഷേ എന്താണ്, രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ഇത്, ബെന്തൂങ് സമ്മേളനം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും 2 ആഗോള ശക്തികളായി മാറി. ഇവർ തമ്മിൽ ആരംഭിച്ച ശീതയുദ്ധം ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായി. ഇരു ശാക്തിക ചേരികളിലും ചേരാതെ സ്വതന്ത്രമായി നിൽക്കുന്നതിനും രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതാണ് ചേരിചേരാ പ്രസ്ഥാനം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായും ആരോഗ്യകരമായ ബന്ധം പുലർത്താൻ ശ്രമിക്കുന്നതിനോടൊപ്പം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്സും താല്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിന് രാജ്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ക്ലിയർ ആണല്ലോ. അപ്പം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. സമാധാനപരമായ സഹവർത്തിത്വം, കൊളോണിയലിസത്തിനും വർണ്ണവിവേചനത്തിനുമെതിരായി നിലകൊള്ളുക, ദേശീയ സുരക്ഷയും പരമാധികാരവും, ചേരിചേരാ നയം. അപ്പോൾ അതിലെ ചേരിചേരാ നയം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഇനി പഞ്ചശീല തത്വങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണിത്, പഞ്ചശീല തത്വങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ വൻ ലായും. ഇന്ത്യ ചൈനയുമായി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം ഏതാണ്, 1954 കേട്ടോ, 1954. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടതാണ് പഞ്ചശീല തത്വങ്ങൾ. 1954 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ വൻ ലായും തമ്മിൽ ഒപ്പുവെച്ചതാണ് എന്ത്, പഞ്ചശീല തത്വങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെടുന്ന 5 തത്വങ്ങൾ എന്തൊക്കെയാണ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. അപ്പം ഇതാണ് എന്ത്, ആ ഒരു പഞ്ചശീല തത്വങ്ങൾ. പഴയ SCERT നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഈ ടോപ്പിക്കിൽ നിന്നുള്ള പഴയ SCERT നിന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും.
പക്ഷെ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോകുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും. ഇത് ആരുടെ വാക്കുകളാണ്? രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകളാണ്. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കും. പക്ഷെ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഉപേക്ഷിച്ചു പോകുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും എന്ന് പറഞ്ഞത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. അടുത്തത് ഇതൊരു PYQ ആണ് കേട്ടോ. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏതാണ്? ട്രെയിൻ ടു പാകിസ്ഥാൻ ആണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ. അപ്പം ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട സിനിമകൾ നേരത്തെ നമ്മൾ കൃതി പഠിച്ചു അല്ലേ? കൃതി പഠിച്ചു. ഉർവശി ഭൂട്ടാലിയയുടെ നിശബ്ദതയുടെ മറുവശം എന്ന് പറയുന്ന കൃതി ഈ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അത് നമ്മൾ പഠിച്ചു. പക്ഷെ പഴയ SCRTയിൽ നിന്നും സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നതാണ് എന്ത്? ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട സിനിമകൾ. ഏതൊക്കെയാണ് മറ്റു സിനിമകൾ? ഋത്വിക് കട്ടക്കിന്റെ മേഘദാക്കധാര, MS സത്യുവിന്റെ ഗരം ഹവ, ഗോവിന്ദ് നിഹലാനിയുടെ തമസ്, അതുപോലെ തന്നെ പമേല റൂക്സിന്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നിവ എന്താണ്? വിഭജന കാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ച സിനിമകളാണ്. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ്? മേഘദാക്കധാര, ഗരം ഹവ, തമസ്, ട്രെയിൻ ടു പാകിസ്ഥാൻ. മേഘദാക്കധാര ആരുടേതാണ്? ഋത്വിക് കട്ടക്കിൻ്റെതാണ്. ഗരം ഹവ ആരുടേതാണ്? MS സത്യുവിൻ്റെതാണ്. തമസ് ആരുടേതാണ്? ഗോവിന്ദ് നിഹലാനിയുടേതാണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ ആരുടേതാണ്? പമേല റൂക്സിൻ്റെതാണ്. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ, വൈസ് ചെയർമാൻ, അംഗങ്ങൾ ആരൊക്കെയാണ്? ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. വൈസ് ചെയർമാൻ ഗുൽസാരിലാൽ നന്ദയാണ്. അംഗങ്ങൾ TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ് എന്നിവരാണ്. അപ്പം നമ്മുടെ പുതിയ SCRTയിൽ ഈ ആസൂത്രണ കമ്മീഷനെ പറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിലും അംഗങ്ങളെ പറ്റിയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പഴയ SCRTയിൽ അത് പറയുന്നുണ്ട്, ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കി വയ്ക്കാം. ഓക്കെ. അതുപോലെ തന്നെ വിക്രം സാരാഭായിയെ കുറിച്ചൊക്കെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. APJ അബ്ദുൽ കലാമിനെ കുറിച്ച് പുതിയതിലും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോക്കി വെക്കാനായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണെന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ DS കോത്താരി, ദൗലത് സിംഗ് കോത്താരിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുതിയ SCRTയിൽ വിവിധ വിദ്യാഭ്യാസ കമ്മീഷനുകളെ പഠിച്ചിരുന്നു അല്ലേ? രാധാകൃഷ്ണൻ കമ്മീഷൻ, ലക്ഷ്മണസ്വാമി മുതലിയാർ, DS കോത്താരി കമ്മീഷൻ, ദേശീയ വിദ്യാഭ്യാസ നയം 1968, 1986, 2020 അതെല്ലാം നമ്മൾ നോക്കിയിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. മറ്റേത് കുറച്ചും കൂടെ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ സർവകലാശാല വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നതാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നാണ് അവിടെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഇവിടെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ ശുപാർശകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളിതൊക്കെ പറഞ്ഞിരുന്നു. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ചാരാണ്? ഡോക്ടർ രാധാകൃഷ്ണനാണ്. അതുപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണമെന്നത് ഇവരുടെ ഒരു ശുപാർശയായിരുന്നു. അതുപോലെ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണമെന്നുള്ളതും ഇവരുടെ ഒരു ശുപാർശയായിരുന്നു. പ്രധാനം ഇത് തന്നെയാണ് UGCയുടെ രൂപീകരണം. പിന്നെ ലക്ഷ്മണസ്വാമി മുതലിയാർ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം. ത്രിഭാഷാ പദ്ധതി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ത്രിഭാഷാ പദ്ധതി. അതുപോലെ തന്നെ സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരണം. അതൊക്കെ ഇവരുടെ ശുപാർശകളാണ്. പിന്നെ അടുത്ത DS കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്, അതിനെപ്പറ്റി ശുപാർശകൾ നൽകാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചൊരു കമ്മിറ്റിയാണ്. അവിടെയാണ് 10+2+3 വിദ്യാഭ്യാസ മാതൃക അതൊക്കെ അവിടെയാണ് വരുന്നത്. ഓക്കെ. അടുത്തത് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് പ്രധാന നിർദ്ദേശങ്ങൾ? പ്രധാനമായിട്ടും 4 നിർദ്ദേശങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11. ഇതൊന്നും അതിനകത്തില്ലായിരുന്നു കേട്ടോ, പുതിയ SCRTയിൽ ഇല്ലായിരുന്നു. മൗലാന അബ്ദുൽ കലാമിന്റെ ജന്മദിനമായ നവംബർ 11 ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പം എന്താണ്? നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം.
ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? അബ്ദുൽ കലാം ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇതൊരു PYQ ആണ് കേട്ടോ, ചോദിച്ച ചോദ്യമാണ്, ഈ മേഖലയിൽ നിന്നും ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇതിനകത്ത് മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ പഴയ SCRT കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഇതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യ വിൻസ് ഫ്രീഡത്തെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഏത് വർഷമാണ് ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കിയത്? 2009 കേട്ടോ. വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പുത്തൻ വിദ്യാഭ്യാസ നയത്തിന് കഴിഞ്ഞു. 2009 ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ട് നിയമം പാസാക്കി. കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ തുടങ്ങിയവ സംയോജിപ്പിച്ച് 2018 മുതൽ ഏത് പദ്ധതിയായിട്ടാണ് രാജ്യത്ത് നടപ്പിലാക്കി വന്നത്? സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന പദ്ധതിയായിട്ടാണ് 2018 മുതൽ നടപ്പിലാക്കി. അതായത് ഈ സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത് 2 പദ്ധതികൾ ചേർത്ത് വന്നതാണ് അല്ലേ? ഏതൊക്കെ? സർവശിക്ഷ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാനും കൂടെ ചേർത്ത് 2018 അത് ഒന്നാക്കിയിട്ട് എന്താണ് സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന പദ്ധതിയാക്കി മാറ്റി. ഓക്കെ, അടുത്ത ചോദ്യം. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനം ഏതാണ്? സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്, അതായത് വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 ആരംഭിച്ച സ്ഥാപനമാണ് ഏത്? സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ് കേട്ടോ. സെൻട്രൽ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത്, കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? അതും ന്യൂഡൽഹിയാണ്. അടുത്ത 128ാമത്തെ ചോദ്യം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയാണ്. ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച സ്ഥാപനം ഏതാണ്? ലളിതകലാ അക്കാദമിയാണ് കേട്ടോ. കേന്ദ്ര ലളിതകലാ അക്കാദമിയാണ്. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് സ്ഥാപിച്ച സ്ഥാപനം ഏതാണ്? സാഹിത്യ അക്കാദമിയാണ്. കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച സ്ഥാപനം ഏതാണ്? നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിനെപ്പറ്റി ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് പഴയ SCRT ഒരു ബോക്സിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. ആരുടെ വാക്കുകളാണിത്? അതായത് ഇന്ത്യൻ വിദേശ നയം എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഒരു പോർഷനാണിത്. ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. 1947 അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞൊരു സംഭവമാണിത്. ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത്. നമ്മുടെ വിദേശ നയമാണ് നമ്മളവിടെ പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് ആരോടും പ്രശ്നമൊന്നുമില്ല. നമ്മളെന്താണ് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടും സമാധാനത്തോടും കഴിയാനുള്ള ഒരു ഇതുണ്ടാവണം. ആ ഒരു ഇതിൽ വേണം നമ്മൾ മുന്നേറാനെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നതെന്ന് ഇവരൊരു കൺക്ലൂഡ് ചെയ്ത് ഒരു ഫ്ലോ ചാർട്ടായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് ഈ ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. 1953 ആന്ധ്രാപ്രദേശ് ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വരുന്നത്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോക്ടർ DS കോത്താരിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദൗലത് സിംഗ് കോത്താരി. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. ഫസൽ അലി കമ്മീഷൻ ആയിരുന്നു അത്.
അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? സർദാർ KM പണിക്കരാണ്. VP മേനോൻ നാട്ടുരാജ്യ സംയോജനത്തിൽ സർദാർ പട്ടേലിനെ ഹെൽപ്പ് ചെയ്ത ആളാണ്, അതിന് കൂടെ നിന്ന ആളാരാണ്? VP മേനോനാണ്. പക്ഷേ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? KM പണിക്കരാണ്. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? റൂർക്കേലയാണ് കേട്ടോ. അപ്പോൾ ജർമ്മനിയുടെ സഹായത്തോടെ വന്നതാണ് ഇത് റൂർക്കേല 1959. ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. അത് ശരിയാണ്. പിന്നെ ഇത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളത് തെറ്റാണ്. കാരണം ത്രിഭാഷാ പദ്ധതി ആരുടെ ശുപാർശയായിരുന്നു? മുതലിയാർ കമ്മീഷന്റെ ശുപാർശയായിരുന്നു ഇത് ത്രിഭാഷാ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ എന്താണ് എളുപ്പത്തിൽ ആൻസർ കണ്ടെത്താൻ പറ്റും. DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ഓപ്ഷൻ C ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടിയിട്ട് 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം ഏതാണ്? എല്ലാവർക്കും അറിയാം ഏതാണ്? നീതി ആയോഗ് ആണ് അല്ലെ, നീതി ആയോഗ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ISRO സ്ഥാപിച്ചത് 1998 തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം 1969 ISRO സ്ഥാപിതമാകുന്നത്. ഇതിന്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ് ഭവൻ. തെറ്റാണ്, ബാംഗ്ലൂർ ആണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആണ്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSR സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? 3ഉം 4ഉമാണ്. ഓപ്ഷൻ B ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവയിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ഇന്ത്യയിൽ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. നവംബർ 11 വിദ്യാഭ്യാസ ദിനം. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെയാണ്? രാധാകൃഷ്ണൻ കമ്മീഷൻ ശരിയാണ്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തത് കോത്താരി കമ്മീഷനും എന്താണ്? വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മറ്റേത് എന്താണ്? വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പം ശരിയായത് ഏതാണ്? 1ഉം 3ഉമാണ് ശരിയായത്. ഓപ്ഷൻ A ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഇത് നമ്മൾ പറഞ്ഞിരുന്നു. നാട്ടുരാജ്യ സംയോജനത്തിന് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയത് ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. നീലവിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണനാണ് ISROയുടെ പുതിയ ചെയർമാൻ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതാണ്? കാശ്മീർ, തിരുവിതാംകൂർ, ജുനഗഡ്. നമ്മുടെ പുതിയ SCERTയിൽ നമ്മളിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്ത് പറഞ്ഞതുമാണ്. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ തിരുവിതാംകൂറും ഉണ്ടായിരുന്നു. കാശ്മീർ, തിരുവിതാംകൂർ, ജുനഗഡ്, ഹൈദരാബാദ് ഇത് 4നെയും പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ പണ്ടൊക്കെ പഠിച്ചിരുന്നത് എന്താണ്? കാശ്മീറും ജുനഗഡും ഹൈദരാബാദും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം എന്താണ്? തിരുവിതാംകൂർ പിന്നെ ഒത്തിരി നാളൊന്നും എന്താണ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്നു. അനുരഞ്ജന നടപടിയിലൂടെ തന്നെ എന്താണ് ചേരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയാത്തത്. ആദ്യം വിസമ്മതിച്ചിരുന്നു, പക്ഷെ എന്താണ് ദീർഘകാല വിസമ്മതമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പ്രത്യേക ഒരു എഫേർട്ട് എടുത്തൊന്നും തിരുവിതാംകൂറിനെ ചേർക്കേണ്ട ആവശ്യമില്ല. അനുരഞ്ജന നടപടികളിലൂടെ തന്നെ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. പക്ഷെ എന്താണ്? കാശ്മീരും ഹൈദരാബാദും ജുനഗഡും അങ്ങനെയല്ല. കാശ്മീർ ലയന കരാറിലൂടെയാണ്, ഹൈദരാബാദ് സൈനിക നടപടിയിലൂടെയാണ്, ജുനഗഡ് എന്താണ് ഹിതപരിശോധനയിലൂടെയുമാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നത്. അതുകൊണ്ടാണ് അത് 3 നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തരം വരുന്നത് 4ആണ്. ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. കാരണം തിരുവിതാംകൂർ പെട്ടെന്ന് എന്താണ് നമ്മൾ പുതിയ SCERTയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും തിരുവിതാംകൂർ പെട്ടെന്ന് എന്താണ് പിന്നെ അങ്ങ് ചേർന്നു. പക്ഷെ ഇവർ 3ഉം പിന്നെയും ചേർന്നിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു നടപടികളിലൂടെയൊക്കെയാണ് ഇവരെ നമ്മൾ പിന്നീട് ചേർക്കുന്നത്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ D ആണ് കേട്ടോ, 4. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യത്തെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 51-52 വർഷത്തിലാണ് നടന്നത് കേട്ടോ.
അത് നമ്മൾ പുതിയ SCERT പറഞ്ഞിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരെല്ലാമായിരുന്നു? ഈ ഒരു ഭാഗത്ത് നിന്ന് തിരിച്ചു മറിച്ചൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. നമുക്കറിയാം ഫസൽ അലി കമ്മീഷനാണ്. ഫസൽ അലിയാണ് അതിൻ്റെ അധ്യക്ഷൻ. പിന്നെ KM പണിക്കരും HN കുൻസറും മറ്റ് അംഗങ്ങളായിരുന്നു. 3 ശരി ഉത്തരമായിരുന്നു. ഓപ്ഷൻ C ആണ് ശരി ഉത്തരം. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ചു. 1969 ISRO രൂപീകരിച്ചു. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 69 ISRO രൂപീകരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിശാഖപട്ടണം. തെറ്റാണ്. തുമ്പയിലാണ്, തിരുവനന്തപുരത്താണ്. 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. അത് ശരിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണ്. 1975 ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? 1, 2, 4 ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ B ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഏതാണ്? നീതി ആയോഗ്. അത് എപ്പോഴും തിരിച്ചു മറിച്ചും ചോദിക്കുന്നതാണ്. ഇനി ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ശരിയല്ലേ? ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവ വ്യാപകമായിട്ട് ഉപയോഗിച്ചു. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഇത് തെറ്റാണ്. 3ാം പഞ്ചവത്സര പദ്ധതി തൊട്ടാണ് ഹരിത വിപ്ലവം തുടങ്ങുന്നത്. ഓക്കെ, അപ്പം 1, 2, 3 ശരിയാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓപ്ഷൻ C ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയും ചൈനയുമാണ് അല്ലെ? നമ്മൾ വിദേശ നയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ പഞ്ചശീല തത്വങ്ങൾ. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയാണ് ആദ്യത്തെ താൽക്കാലിക പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.